ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമുക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഈ ബിരിയാണിയിൽ പല സ്പൈസസ് ഇല്ല, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആ വക ഐറ്റംസ് ഒന്നുമില്ല. എനിക്ക് കൊതി തോന്നി, അപ്പോൾ ഒക്കെ കൂടി കുക്കറിലിട്ടിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി. മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റും ബിരിയാണിയും നെയ്യും ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ കൊതി തോന്നിയപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്കതും അതുപോലെ തന്നെ ബിരിയാണിക്ക് ഇത് മാങ്ങച്ചാർ, എനിക്ക് എപ്പോഴും നാരങ്ങച്ചാർ ഇഷ്ടം, പക്ഷേ എന്ത് ചെയ്യാം, മാങ്ങച്ചാർ ഉണ്ടായില്ല. പിന്നെ മാങ്ങച്ചാർ എടുത്തു. പിന്നെ നമ്മുടെ തൈര്, അതിലും ഈ പറഞ്ഞ പോലെ പച്ചമുളകും സവോളയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൈരുണ്ടാക്കി. പിന്നെ അതാ റൈസ് കാണാൻ കുഴപ്പമൊന്നുമില്ല. ഈ അരി എനിക്ക് ഇപ്രാവശ്യം വാങ്ങിയ അരി വലിയ ഇഷ്ടമായില്ല, ഒരു ഒട്ടണം പോലത്തെ അരിയായിരുന്നു. എന്നാലും ഒരു കൊതി തോന്നുമ്പോൾ, ഒരു ബിരിയാണി കഴിക്കാനുള്ളൊരു കൊതി തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ അതാ ചിക്കൻ വറുത്തിട്ട് കറി വെച്ചത്, കുറേ നാളായി ചിക്കൻ വാങ്ങിയിട്ട്. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്ന് നല്ല അടിപൊളി എൻ്റെ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ഒക്കെ കൂടി കഴിച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ശരി ട്ടാ, ബൈ, താങ്ക് യു.